നാശം. ഇന്ന് സാർ ചോദിച്ചാ കുഞ്ഞിക്ക് എന്താ പറയാ? നാളെ ഫ്രൈഡേ അല്ലേ, നാളെ പറയാന്ന് പറയും. നിനക്കാരാവാൻ ഇഷ്ടം? ഉമ്മ. എനിക്ക് ഉമ്മ ആവാൻ ഇഷ്ടം. കുഞ്ഞിക്കൊക്കെ ഉപ്പായിക്കൂടെ? ഉപ്പിനെ പോലെ വർഷപ്പം നടത്തിക്കൂടെ? അതിനല്ല ഇല്ലാത്ത കാശ് മുടക്കി ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. അവനവന് കിട്ടാതെ സ്വന്തം മക്കൾ കിട്ടണം ചേർത്തിട്ട് തന്നെയാ. ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് മോനെ വലിയ സ്കൂളിൽ ചേർത്തപ്പോ ബാക്കിയുള്ളവർ വാടക വീട്ടിൽ കഴിയേണ്ട ഗതികേടായി. ഏത് സമയത്താണോ പടച്ചോനി നരകത്തുനിന്ന് രക്ഷപ്പെടാൻ പോണത്? അൽത്താഫിനെ മാത്രമല്ല ഇസ്രയേലിനെ ഞാൻ സ്കൂളിൽ തന്നെയല്ലേ പഠിപ്പിക്കണേ. അതും പഴയ വീട് വിറ്റ കാശ് കൊണ്ട് തന്നെയാ. ഓ, ഇപ്പൊ കണക്ക് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ രണ്ടാം കെട്ടിനും അതിലെ കുട്ടിക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്ന് മുന്നിന്ന് പോവാമി. വീടും പറമ്പും വിറ്റത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, വാപ്പ ഉണ്ടാക്കി വെച്ച കടം വീട്ടാനും കൂടിയാ. ഞാനും മോള് വലിഞ്ഞേറി വന്നതല്ലേ, ഞങ്ങളെ ഇപ്പൊ കൺമുന്നിൽ കണ്ടൂടാ. അല്ലെങ്കിൽ സ്വന്തം കുട്ടിയോടുള്ള സ്നേഹം അന്യ കുട്ടിയോട് ഉണ്ടാവില്ലല്ലോ. എനിക്കെല്ലാം അറിയാം. കുടിച്ചില്ല ഇത്ര നേരമായിട്ടോ? എപ്പോഴെങ്കിലും നിന്നോട് മോളോട് ഞാൻ വകതിരിവ് കാണിച്ചിട്ടുണ്ടോ? സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ ഇസ്രയേലിനെ കാണുന്നത്. വർക്ക്ഷോപ്പിലെ പണിക്കൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. എന്നോട് ചാടണ്ട, സുഖമില്ല എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാ. വർക്ക്ഷോപ്പിൽ പണികൊണ്ട് നിങ്ങളൊരു കുടുംബം നോക്കണില്ലേ? കുടുംബം നോക്കണം, അതിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് അറിയൂ. വർക്ക്ഷോപ്പിൽ പണിയെടുക്കേണ്ട ഒരു പ്രായേ 4ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കായി. ഞങ്ങൾ അവനെ കളക്ടർ ആക്കിക്കോ. അല്ല പിന്നെ പണിയടാ കണ്ടക്ടർ ഉമ്മ പറഞ്ഞത്. അല്ലടാ, ഈ ഡോക്ടറുടെ കൂടെ അത് കമ്പൗണ്ടർ. ഇത് അതിനെക്കാട്ടും വലിയ പണിയാ, കൊറേ പഠിക്കണം. ഓ, പഠിക്കാനോ? അത് നമ്മളെ പോലുള്ളവർക്ക് പറ്റില്ല. അതെന്താ? കുറെ പഠിക്കണമെങ്കിൽ കുറെ കാശ് വേണം. അന്റെ ഉപ്പാന്റെ അതിന് മാത്രമുള്ള കാശ് ഉണ്ടാവോ? നാളെ സാറിന് ഒരു ആൻസർ കൊടുക്കണം. ഈ ഒരു കാര്യം ചെയ്, അനക്ക് കണ്ടക്ടർ ആവാൻ ഇഷ്ടം എന്ന് പറ. കണ്ടക്ടറോ? അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്, പ്യൂൺ. സ്കൂളിലെ പ്യൂൺ. വെള്ളൊക്കെ അടിക്ക, നല്ല പണിയാ. അതാവുമ്പോനോട് പഠിക്കാൻ വേണ്ട. അയ്യേ, പിന്നെ ഈ എന്താ സാറിനോട് പറയാൻ പോകുന്നേ? നാളെ ലീവാക്കിയാലോ? എങ്ങനെ? നാളെ എനിക്ക് പനിയാ. പനിയാ? എടാ, പ്യൂണാൻ പറ്റൂലെങ്കിൽ നിനക്കൊരു മാഷായി കൂടി. നമ്മുടെ ഗോകുൽ സാറെ പോലെ നല്ലൊരു മാഷി. എടാ, അനക്ക് മാഷാണ് ഇഷ്ടം എന്റെ സാറിനോട് പറ. പറയടാ. സാറൊക്കെ തന്നെയാ. നമ്മുടെ സോഷ്യൽ സാറ് 3ാം ക്ലാസ്സിലെ പെൺകുട്ടീനെ ഏതോ ബയോളജി ഓടിപ്പിച്ചു. ഒന്നും മനസ്സിലായില്ല, എനിക്കെല്ലാം മനസ്സിലായി. അൽത്താഫിനോട് മാഷാവാൻ ഇഷ്ടന്ന് ഓന്റെ സാറിനോട് പറയണ്ടെന്ന് പറയണേ. എന്ത്? അൽത്താഫിനോട് മാഷാവാൻ ഇഷ്ടന്ന് ഓന്റെ സാറിനോട് പറയണ്ടെന്ന് പറയണേ. എങ്ങോട്ടാ? പോ 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 പോ. അൽത്താഫിനെ കാണണം. ഏത് അൽത്താഫിനെ? 4ാം ക്ലാസ്സിലെ. ഇവിടെ അങ്ങനെ ആരുമില്ല. പോ പോ പോ. ഒരു കാര്യം പറയാനാ, പറഞ്ഞിട്ട് വേഗം പോയിക്കോളാം. ഇവിടെ അങ്ങനെ കേറി കാണാൻ പറ്റില്ല. പോ പോ, ചെല്ല്. പോടാ, പോ. മാഷ് മാത്രമല്ല സെക്യൂരിറ്റി ആവണ്ട അൽത്താഫ്. എല്ലാരും തെമ്മാടികളാടാ. ഈ പറഞ്ഞ പോലെ നമ്മള് മാന്യന്മാർക്ക് വെച്ച പണിയൊന്നും ഈ ലോകത്തില്ല. ഗോകുൽ സാർ ഒന്ന് ലീവായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ടീച്ചർ ആവാൻ ഇഷ്ടം ഞാൻ പറഞ്ഞു പോവായിരുന്നു. ടീച്ചർ തോന്നിയാസം കാണിച്ചെടുക്കുന്ന ടീച്ചർ വേണ്ടടാ, അനക്കാ പണി വേണ്ട. ഒരു ശരിക്കും അവളോട് ലവ് ഉണ്ടോ? ആർക്ക്? കുഞ്ഞിക്കാന്റെ ക്ലാസ് ഓന് മാത്രല്ല, ആ ക്ലാസ്സിലെ എല്ലാവർക്കും ഓളോട് ലവ്വാ. കുഞ്ഞിക്കാക്കും? എനിക്ക്
എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ. ലവന് ഹൈറ്റ് വേണോ? ഹൈറ്റ് ഇല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതിന് ഹൈറ്റ് ഇല്ലെങ്കിൽ എന്താ? റോളർ സ്കേറ്റിങ്ങിൽ കുഞ്ഞിക്ക് കിടുവല്ലേ കിടു. എന്ത് കടുവയോ? കടുവല്ലേ കിടു. സ്കൂളിൽ സ്റ്റാർ അല്ലേ? കുഞ്ഞിക്ക് നല്ല റോളർ സ്കേറ്റർ ആവാനാ ഇഷ്ടം. സാറിനോട് പറഞ്ഞൂടെ? Come on. Body bend. Swim bottoms. Look straight. Height off. Very good. എന്നാലും അതൊരു ശരിയായ രീതിയല്ലല്ലോ. പേരൻസ് എങ്ങാനും അറിഞ്ഞ? അതെനിക്കറിയാം മദർ. പേരൻസ് അറിഞ്ഞാൽ പ്രശ്നമാവും. പക്ഷെ അൽത്താഫിന്റെ കാര്യത്തിൽ പേടിക്കാനില്ല. അവന് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തോണ്ട് നമ്മുടെ സ്കൂളിന്റെ റൂൾസ് നോക്കുമ്പോ മദർ പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഓക്കേ, അപ്പോ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പം നീക്കാൻ നോക്കട്ടെ. ഗോകുൽ സാർ പറഞ്ഞിട്ടില്ലേ, എഞ്ചിനീയറും ഡോക്ടറും മാത്രമല്ല കൽപ്പനിക്കാരനും സ്പോർട്സ്മാനും എല്ലാം ആവാൻ ആഗ്രഹിക്കണമെന്ന്. അല്ല അങ്ങനെ എന്തോ ഉണ്ട്. എടാ, സ്കേറ്റിംഗ് ഇന്നെ തോൽപ്പിക്കാൻ ഈ സ്കൂളിൽ വേറെ ആരാ ഉള്ളത്? നിനക്ക് റോൾ സ്കേറ്റർ ആവാൻ ഇഷ്ടം പറ. കളിക്കാനാണ് ഇഷ്ടം. സാറിന് നല്ല തല്ല് കിട്ടും. സ്പോർട്സ്മാൻ ആവണമെങ്കിൽ പിന്നെ കളിക്കണ്ടേ? കളിക്കുന്നവർക്ക് തല്ലിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് എന്നെ വീട്ടിലിരുന്നാണ്. നിനക്ക് പറ്റിയ പണി സ്കേറ്റിംഗാ. അതല്ലേ നിനക്കിഷ്ടം? പറയാലേ. കണ്ണു പൊട്ടിയായ ഉണ്ടി പറഞ്ഞു, കണ്ടില്ലേ പുലിയെ ചോരുമായി കിടക്കുന്നത്? അയ്യോ, ഞങ്ങളെ തിന്നിട്ട് നിനക്കെന്ത് കിട്ടാനാ പുലിയെ? അപ്പതേ സമർത്ഥനായ ഒറ്റക്കണ്ണൻ ഉണ്ടൻ പറഞ്ഞു, ഞങ്ങളാദ്യം അപ്പം ഉണ്ടാക്കി തിന്ന് തടിക്കട്ടെ, എന്നിട്ട് നീ ഞങ്ങളെ തിന്നാ മതി. അത് വേണ്ട, ഞാൻ ആദ്യം നിങ്ങളെ തിന്നും, എന്നിട്ട് നിങ്ങൾ അപ്പം തിന്നാ മതി. ഇത് കേട്ട് നമ്മുടെ ഉണ്ടി പറയാ, ഓക്കെ ബാക്കി നാളെ പറയാം. സാർ ഇന്ന് ഫ്രൈഡേയാ. ഇന്ന് ഫ്രൈഡേ ആണ്. എന്താ പള്ളി പോകാനുണ്ടോ? അല്ല സാർ, അൽത്താഫിന്റെ അംബീഷൻ. ഓ സോറി, ഇന്നാണല്ലേ അൽത്താഫിന് തന്ന ലാസ്റ്റ് ഡേറ്റ്. സൈലൻസ്. ഇതാ, അൽത്താഫ് വളരെയേറെ ആലോചിച്ച് വലുതാകുമ്പോൾ ആരാവണമെന്ന് സ്വന്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുക. അത് നമുക്കൊക്കെ അറിയണ്ടേ? ഓക്കെ അൽത്താഫ്, പറയൂ. Sir. ഓ, സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ 2015-2016. This is to notify that the following students are selected to the state level skating competition from this school: Jomon PK, Aditya Shankarar, K. Abhijit Madhav. ഇതിലാരും ഈ ക്ലാസ്സിലില്ലല്ലോ. എടാ നീയില്ലേ? ഞാൻ സാർ അൽത്താഫിന്റെ പേര് വിളിച്ചില്ല. അൽത്താഫിന്റെ പേര് ലിസ്റ്റിലില്ലല്ലോ. ഓ, അത് മറന്നു. പറ, അൽത്താഫിന് ആരാവനാണ് ആഗ്രഹം? കുറച്ചു മുമ്പല്ലേ പറയാന്ന് പറഞ്ഞത്. എന്താ തീരുമാനിച്ചിട്ടില്ലേ? ഓക്കെ സോറി മിസ്. മാത്സ് ക്ലാസ്സിലാണോ മലയാളം കഥ? അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് കൊള്ളാം. മിസ് മലയാളം BA സംസ്കൃതം പഠിച്ചിരുന്നില്ലേ? ഉവ്വ്. സംസ്കൃതം എക്സാമിന് ക്വസ്റ്റ്യൻ സംസ്കൃതത്തിലായിരുന്നോ? ഇംഗ്ലീഷിൽ. ആൻസർ ചെയ്യുന്നതോ മലയാളത്തിൽ. അത്രേ ഉള്ളൂ കാര്യം. ഗുഡ് മോർണിംഗ്.